ഹലോ ഗൈസ്, ടൈറ്റിൽ കണ്ടതുപോലെ തളപതി വിജയ് ഇനി മുതൽ അമൈച്ചർ അല്ലെങ്കിൽ തലൈവർ വിജയ് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ CM വിജയ്, ജോസഫ് വിജയ്. എന്തോ നടേ ആ മനുഷ്യനെ പറ്റി പറയുള്ളൂ. എൻ്റെ വളരെ കൊച്ചിലെ തൊട്ട് തുള്ളാതെ മന്നൻ തുള്ളും എന്ന് പറഞ്ഞ സിനിമ കണ്ട് അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കയറിയ ഒരു നടൻ. പുള്ളിയുടെ ഇത്രയും നാളത്തെ പുള്ളിയുടെ ഗ്രോത്ത് ആയിക്കോട്ടെ, പുള്ളിയുടെ പടം ആയിക്കോട്ടെ, പുള്ളി അനുഭവിച്ചിട്ടുള്ള ഹ്യൂമിലിയേഷൻസ് ആയിക്കോട്ടെ, എല്ലാം കണ്ട് പുള്ളിയുടെ കൂടെ വിഷമിക്കുകയും പുള്ളിയുടെ കൂടെ സന്തോഷിക്കുകയും പുള്ളിയുടെ കൂടെ എൻജോയ് ചെയ്യുകയും പുള്ളിയുടെ കൂടെ ആഘോഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ പറയാം, മനുഷ്യരെല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ കുറവുകളും കൂടുതലും ഒക്കെ ഉണ്ട്. ഈ മനുഷ്യൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിന്നും ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ തുടങ്ങി ഒരുപാട് പേര് പറയാം അവന് ഒരു നോർമൽ ചെറുക്കൻ ലുക്കുള്ള ഒരു പയ്യൻ, ഇവനെയൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ തല വെച്ചേക്കുന്നതെന്ന് വരെ ഡയലോഗ് അടിക്കുന്നവരടുത്ത് നിന്നും ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലോട്ട് എത്തുകയും അവിടെ നിന്ന് തന്നെ പുള്ളിക്കാരൻ്റെ ഒരു പടത്തിന് വേണ്ടി ആ ലീഡറിനെ കാണാൻ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇവൻറ്റിൽ പുള്ളിയെ ഏറ്റവും ബാക്കിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ആൾക്കാർ പുള്ളിയെ ടാർഗറ്റ് ചെയ്ത്, അതായത് പുള്ളിയുടെ ഒരു പടം ഇറങ്ങി പൊട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഊള പടമാണെങ്കിൽ അതിനെ കൊല വിളിക്കാൻ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കും. എന്നാൽ അയാളെ തന്നെ നല്ല പടമെന്ന് അത് നല്ലതെന്ന് പറയാൻ ഭയങ്കര പാടാണ്. അതായത് ഇപ്പോൾ തുപ്പാക്കി ആയിക്കോട്ടെ, മെർസലായിക്കോട്ടെ, ഈ പറയുന്ന തെരി ആയിക്കോട്ടെ, ഇതെല്ലാം കിടിലൻ പടങ്ങളാണ്. പിന്നെ കുറേ ഉണ്ട്, പോക്കിരിയുണ്ട്, ഒരുപാട് നല്ല സിനിമകളുണ്ട്. പിന്നെ പുള്ളി എല്ലാവരും പറയും പുള്ളി ഇപ്പം 2 വർഷം കൊണ്ട് പൊളിറ്റിക്സ് അല്ല. പുള്ളിയുടെ സിനിമകളിൽ പുള്ളി രക്ഷകനായി വരിക എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഡേ പുള്ളിയുടെ മനസ്സിൽ പൊളിറ്റിക്സ് തന്നെയായിരുന്നു ഫ്രം ദ ബിഗിനിങ്. അതായത് ഒരു ഹീറോ പരിവേഷം, നാട്ടുകാരെ രക്ഷിക്കുന്നു, ഈ ഒരു സാധനം പുള്ളിക്ക് പണ്ട് തൊട്ടേ ഒരു സംഭവമാണ് പുള്ളിയുടെ. അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുമ്പം തമിഴ്നാട്ടിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ട് വന്ന് നിൽക്കുകയാണ്. അത് 2 വർഷം കൊണ്ട് ഒരു സിനിമ കാണുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണം. അതായത് സർക്കാർ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പടമുണ്ട്. അന്ന് ആ പടം നമ്മൾ ഭയാനകമായിട്ട് എനിക്ക് പോലും എനിക്കിഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ഒരുമാതിരി ഇതൊക്കെ നടക്കോടെ നമ്മൾ ചിന്തിക്കുന്ന പടത്തിന് ഇത് നടക്കോടെ എന്ന് കാണിച്ചു തന്നു. നമ്മളന്ന് ചോദിച്ച ചോദ്യമാണ്, ഇങ്ങനെയൊക്കെ നടക്കൂ? വിരുദ്ധം ചുമ്മാ വന്നിട്ട് അവൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പൊളിറ്റീഷ്യന്മാരെയൊക്കെ കമത്തി അടിച്ചിട്ട് CM ആവൂ? ആവാം, തമിഴ്നാട്ടിൽ പറ്റും. നമ്മളെ നാട്ടിലത്തെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ല, ആരാവും എന്നുള്ള കൺഫ്യൂഷനാണ് അവിടെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു സിനിമാ നടനൊക്കെ പിഷാരടി ജയിച്ചായിരുന്നു, രമേശ് പിഷാരടി. പുള്ളി ഗംഭീരമായിട്ട് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ ലോകപരിചയമുള്ളൊരു മനുഷ്യനാണ്, വളരെ അറിവുള്ള മനുഷ്യനാണ്. പുള്ളിയുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ നമുക്ക് രസമാണ്. അങ്ങനെ ഉള്ളൊരു വ്യക്തിക്കൊക്കെ ജനങ്ങളുടെ പൾസ് അനുസരിച്ച് അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വാസ്റ്റായിട്ട്, ഇപ്പം നമ്മൾ പറയുന്ന പോലെ അവിടെ റോഡ് ശരിയല്ല, അതല്ല. എങ്ങനെ പല ആൾക്കാരെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നല്ല രീതിയിൽ പറ്റുന്നു, അയാളാണ് നല്ലൊരു പൊളിറ്റീഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ഒരുത്താനാണ് ഞാൻ. പല ആൾക്കാർക്കും പല കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇപ്പം നമ്മളെ നാട്ടിൽ സിനിമാ നടന് അങ്ങനെ ഒരു വോട്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഇത് വിജയ് ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ രജനീകാന്ത് വന്നിട്ടുണ്ടായിരുന്നു, കമൽഹാസൻ വന്നിട്ടുണ്ട്, പ്രകാശ് രാജ് വന്നിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെ വന്ന് അവർക്കൊന്നും പറ്റാത്തത് ഈ മനുഷ്യനെ കൊണ്ട് പറ്റുക എന്ന് പറയുന്നത് പുള്ളി അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ പറയണ കേട്ടില്ലേ, എൻ നെഞ്ചിൽ കുടിയിരിക്കും. അതാണ് ആ മക്കളുടെ നെഞ്ചിലും പുള്ളി തന്നെയാണ്, വിജയ് തന്നെയാണ്. ഞാൻ കാര്യമായിട്ടും പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിലാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും എൻ്റെ വോട്ട് TVK എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് പേർക്ക് വിമർശിക്കാം, അതായത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്, അവൻ എന്താണ് എക്സ്പീരിയൻസ്, എന്തിനാണ് മറ്റേ അവിഹിതത്തിനെ പ്രൊമോട്ട് ചെയ്യണത്. അതാണ് ഞാൻ ഉദ്ദേശിക്കാൻ വേണ്ടി. ഇവിടെ ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശോകമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരുടെ
ഈ നല്ല സർട്ടിഫിക്കറ്റിൻ്റെ കേസ് മാറ്റി നിർത്തും. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു ലോകത്തിലല്ല ജീവിക്കുന്നത്. ഓരോ ആൾക്കാർ അത് അവൻ വിജയമായതുകൊണ്ടും അവന് 10 പേരെ അറിയാവുന്നതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ അറിഞ്ഞുകൂടാതെയൊക്കെ നടക്കണ എത്ര പകൽ മാന്യന്മാരുണ്ട്. അപ്പോൾ അത് വിട്. അതുകൊണ്ട് അയാളുടെ ആ ഗ്രോത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു സാധനത്തിനെ മനസ്സിൽ പിടിച്ചിട്ട് എനിക്കത് വേണം, ഞാനത് ചെയ്യും, ഞാൻ ഈ സാധനം 2 പേരിലാണ് എവിഡൻ്റ്ലി കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ലാലേട്ടനെ കണ്ടിട്ടില്ലേ, നമുക്ക് മോനെ അത് സംഭവിക്കട്ടെ മോനെ, അങ്ങനെ ആയിക്കോട്ടെ മോനെ, യൂണിവേഴ്സ് അങ്ങനെ തരട്ടെ മോനെ എന്ന് പറഞ്ഞാൽ, അതായത് പുള്ളി ഫേറ്റിനെ വിശ്വസിക്കുന്നതിനാണ്. അപ്പം ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. എനിക്കൊരു സാധനം 10 വർഷത്തിൽ ഞാൻ ഇവിടെ എത്തും എന്നൊന്നും എനിക്കറിഞ്ഞൂടെ, എന്നെ കൊണ്ട് പറ്റൂല. പക്ഷേ പൃഥ്വിരാജും ഈ ഇരിക്കണ വിജയും രണ്ടെണ്ണത്തിനും ഒരു ക്ലിയർ കട്ട് പ്ലാനുണ്ട്, എവിടെ എന്ത് എങ്ങനെ എന്ന് ആലോചിച്ചു. വിജയുടെ പ്ലാൻ തന്നെയായിരുന്നു. അതായത് പുള്ളി ആ ഡയലോഗ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും സംഭവം. എൻ്റെ ഏറ്റവും കരിയറിലെ ഏറ്റവും ടോപ്പ് പെയ്ഡ് ആക്ടറായിരിക്കുന്ന സമയത്ത് എനിക്കത് വേണ്ട, എനിക്ക് ജനത്തിനെ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇന്നൊരു പക്ഷേ പുള്ളിയെ CM ലെവലിലോട്ട് എത്തിച്ചത്. ബാക്കിയുള്ളവരൊക്കെ വിഴിഞ്ഞൊക്കെയാണ് അങ്ങോട്ട് പോയത്. ഇതല്ല, പുള്ളിയുടെ ഇനിയും ഒരു 10 വർഷം വിജയിൻ്റെയൊക്കെ സൂപ്പർ മെഗാ ബമ്പർ പടങ്ങൾ വരേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമ്മൾ ജനനായകൻ നിങ്ങൾ കണ്ടാണ് എന്തൊക്കെയാണ് ആ മനുഷ്യൻ അനുഭവിച്ചിട്ട്. ഒരു സിനിമ ഇറക്കി വിട്ടാൽ എന്താണ് ഇവിടെ കേരള സ്റ്റോറി ഇറങ്ങിയില്ലേടേ, ഒന്നല്ല 2 എണ്ണം. അതൊന്നും ഇല്ലാത്ത എന്ത് തേങ്ങയുടെ ജനനായകനിലുള്ളത് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു. ഈ പറയുന്ന പ്രൊപ്പഗാൻഡ പടങ്ങളിൽ വെച്ച് വരുന്നതിൽ എന്താണ് ഈ പടത്തിലുള്ളത്? ഞാൻ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു കേരള സ്റ്റോറിയും അങ്ങനെയൊക്കെ ഇറക്കിയ പടങ്ങളിൽ എന്തുകൊണ്ട് ഒരു ഭഗവത് കേസരി അരമണിക്കൂർ ആ ഫസ്റ്റ് ഹാഫ് വരെ, അതിനുശേഷം എന്തെങ്കിലും ആണെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ട്രെയിലർ കണ്ടപ്പോഴും നമുക്കൊരു ഭഗവത് കേസരി തന്നെയാണ് കട്ടിയത്. അങ്ങനെയുള്ളൊരു പടത്തിന് എന്തിന് പേടിക്കണം? ഇപ്പോൾ പേടിച്ച് അവസാനം അവൻ CM ആയി. ഇനി ഇറക്കാമില്ല, ഇനി ഇറക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ബിക്കോസ് ഇനി കാണാൻ പോകുന്നത് മറ്റേ ഇളയ തളപതി വിജയ് എന്നല്ല മോനെ, CM വിജയുടെ ടൈറ്റിൽ കാർഡ് ഇനി അങ്ങോട്ട് കയറും. അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ പടം വേറെ ലെവലാണ്. അവരെ CMൻ്റെ പടമാണ് ഈ ഇറങ്ങാൻ പോണത്. അവർ നോക്കിക്കോളും. നമ്മളെല്ലാവരും വന്നിരുന്ന് മറ്റേ കൊണയ്ക്കും, ഇന്തൊരു വാഞ്ഞ പടമാണ്. അതിന് ഇനിയിപ്പോൾ വാഞ്ഞ പടമാണെങ്കിൽ ഞാനും അത് തന്നെ പറയും. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭഗവത് കേസരി ഒട്ടും മറക്കാത്ത പടമാണ്. ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ഒരു ടിപ്പിക്കൽ ബാലയ്യ ബോംബാണത്. അപ്പോൾ അതാണ് പറഞ്ഞത്. പക്ഷേ ഈ മനുഷ്യൻ അത് ചെയ്യുമ്പോൾ അയാളേതായ ഒരു രീതിയിലായിരിക്കും അത് വരുന്നത്. അയാളുടെ ഫാൻസിന് വേണ്ടി തന്നെയാണ് അയാൾ പടം ഇറക്കുന്നത്. മനസ്സിലായില്ല? അയാളെ ഫാൻ അല്ലെങ്കിൽ പോയി കാണണ്ടടേ ഈ പടം. ഞാൻ ഇപ്പോൾ ഈ വരാൻ പോകുന്ന ജനനായകൻ അങ്ങേരെ ഔട്ട് ആൻഡ് ഔട്ട് അയാളെ TVക്ക്, അയാളെ പൊളിറ്റിക്സിൽ വന്ന് പറയാനുള്ള സാധനങ്ങൾ, അയാൾ ബാക്കിയുള്ള പൊളിറ്റീഷ്യന്മാരെയൊക്കെ അതൊക്കെ തന്നെയാണ് ആ പടത്തിലുള്ളതെന്നും അയാളുടെ ഈ കഴുത്തൊടിക്കുന്നത് ഇങ്ങനെ ആക്കുന്നത് ഒക്കെ ഉണ്ടാവും. ആ മനുഷ്യൻ്റെ ആ സ്വാഗും ആ ഇതും ഇഷ്ടപ്പെടുന്നവർ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. നമ്മളെ ചോയ്സാണത്, നമ്മളുടെ കയ്യിലാണതുള്ളത്. എന്നാൽ പോലും ഒരു വിജയ് പടം ഫസ്റ്റ് 2 ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്സവമാണ്. വിസിലടിയും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് ലിയോ ആണ് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്ന വിജയുടെ അവസാനത്തെ സിനിമ. ഈ പറയുന്ന ലിയോനെ നല്ലത് പറയാം, എന്തൊരു കഷ്ടപ്പാടായിരുന്നു ഇവിടെ ഉള്ളവന്മാർക്ക്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അതൊരു ഗംഭീര സിനിമയാണ്. ഒരുപാട് പേര് സെക്കൻഡ് ഹാഫ് വരാൻ എനിക്ക് ഒരു പ്രശ്നവും തോന്നാത്തൊരു പടമാണ്. ബിക്കോസ് അത്രയ്ക്ക് നെഗറ്റീവ് ഷെയ്ഡിൽ വിജയ് ഞാൻ കണ്ടിട്ടേയില്ല. കൊടൂര വില്ലനായ ഒരു നടൻ, അതാണ് ലിയോ. എൻ്റെ മനസ്സിൽ ലിയോ ആണ് പുള്ളിയുടെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ പടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനനായകൻ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഞാൻ മാക്സിമം ശ്രമിക്കുക അത് കാണാൻ. ഇനി ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഇവിടെ ഉള്ള എല്ലാ തമിഴ്നാട്ടിലുള്ള സഹോദരങ്ങളും ആ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ അത് കാണാൻ ശ്രമിക്കും. ഇനി പാടാണ്. ഞാൻ അതാണ് പറഞ്ഞത്, തളപതി വിജയ് മാറി, ഇനി CM വിജയാണ്.
അതുകൊണ്ട് ആ സാധനത്തിന് ടിക്കറ്റ് കിട്ടാൻ പാടായിരിക്കും. അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ പോയി ഇത് കാണാൻ പറ്റിയുണ്ടല്ലോ, വേറെ ലെവൽ ഫീലായിരിക്കും. അതാണ് പറഞ്ഞു തന്നത്. ഈ സിനിമ ഒരു പക്ഷേ കേരളത്തിലുള്ളവർക്ക് ക്രിഞ്ചാവാം, ഫ്ലോപ്പാവാം. പക്ഷെ തമിഴ്നാട്ടിൽ അവൻ നടത്തിയ സിനിമ, അവൻ ആ ടൈറ്റിൽ വരെ, ഞാൻ പറഞ്ഞില്ലേ ജനനായകൻ എന്ന് പറയുന്ന ടൈറ്റിൽ വരെ പെർഫെക്റ്റാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ബി ലൈക്ക് വിജയ്. ഒരു സാധനത്തിൽ എയിം ചെയ്ത് അത് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മളെ കൊണ്ട് പറ്റും. അത് മനസ്സും ഇതും അങ്ങ് ഫിക്സ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കും. ചിലർക്ക് ഞാൻ പറയില്ലേ നടക്കില്ല, അത് ശരിയാണ്. നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ആവാൻ പറ്റില്ല. എന്നാൽ പോലും മാക്സിമം നമ്മളത് മരിച്ച് ചെയ്യണം. എന്നാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ നടക്കും. അല്ലാതെ വീട്ടിൽ ഇരുന്നിട്ട് നാളെ എന്നെ ആരെങ്കിലും വന്ന് CM ആക്കും, ആരെങ്കിലും വന്ന് കോണ്ടൻറ് ക്രിയേറ്ററാക്കും, പാട്ടുകാരനാക്കും, ഡാൻസുകാരനാക്കും, അഭിനേതാവാക്കും എന്ന് പറഞ്ഞ് ബെഡിൽ കിടന്നിട്ട് മലന്ന് നോക്കി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഓടി തളർന്ന് സെറ്റാവാൻ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നടക്കും. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പൃഥ്വിരാജിനെയും വിജയനെയൊക്കെ ഞാൻ കാണുന്നത് അതിലാണ്. ഒരു സാധനം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, അതിനു വേണ്ടി അങ്ങനെ പരിശ്രമിച്ച് അവിടം വരെ എത്തുക എന്ന് പറയുന്നുണ്ടല്ലോ. മാൻ, ദാറ്റ് ഈസ് എ നെക്സ്റ്റ് ലെവൽ മോട്ടിവേഷൻ. ഞാൻ അതാണ് പറഞ്ഞത്, പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് അതൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല, അത് നോക്കേ വേണ്ട. ഇന്ന് അയാൾ ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ഫ്രം വേർ ഹീ ബിഗിൻസ് വേർ ഹീ ഈസ് നൗ എന്നുള്ളൊരു സാധനം. മാൻ, ദാറ്റ് ഈസ് അതൊരു സംഭവമാണ് അടയത്. എനിക്ക് വേറെ ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. അത് വിജയ് ആയിക്കോട്ടെ, അത് പൃഥ്വിരാജ് ആയിക്കോട്ടെ, അവർ രണ്ടുപേരും. ബിക്കോസ് പൃഥ്വിരാജ് ഒരു സമയത്ത് ഉണ്ടാക്കിയൊരു ഹേറ്റുണ്ട്. എനിക്ക് വരെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നടനായിരുന്നു. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ദെയർ വാസ് എ പോയിൻറ്റ്. പുള്ളി ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ആൾക്കാരെ വാടപ്പിച്ചിട്ടുള്ളൊരു നടനാണ് പൃഥ്വിരാജ്. എന്നെ കൊണ്ട് വരെ ഞാൻ അത് മാറ്റി പറയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വരെ പറഞ്ഞു, ഓടാ പൃഥ്വിരാജ് ഒരു രക്ഷയില്ലടാ. അതും മറ്റേ ഈ മുംബൈ പോലീസ്, പിന്നെ അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു, അയാളും ഞാനും തമ്മിൽ, അങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകളുടെ മെമ്മറീസ്. ആ സമയത്തൊക്കെ ഞാൻ പൃഥ്വിരാജ് ഒരു രക്ഷയില്ലടേ. എന്നിട്ട് ഞാൻ പറയില്ല, ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറയാൻ കേട്ടില്ലേ, ഞാനൊരു സംവിധായകനാവും, ഞാനൊരു പേര് കേട്ട പ്രൊഡക്ഷൻ കമ്പനി. അതൊക്കെ നടത്തുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്തൊരു പാടാണെന്നറിയോ അത്. ഇവിടെ അത് നിങ്ങൾ ആ ഞാൻ സിനിമാ ലോകത്തിലുള്ളവർക്ക് മനസ്സിലാവും. ഒരു പയ്യന് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അവൻ ആദ്യം അസിസ്റ്റൻ്റായി കയറി ക്ലാബ് ബോർഡ് പിടിച്ച് അവിടെ നിന്ന് ഈ ഒരുപാട് സിനിമകൾ അസിസ്റ്റൻ്റായിട്ട് നിന്ന് അത് കഴിഞ്ഞ് അവൻ്റെ തലവിധി ഉണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ അപ്പം തന്നെ ചീഫ് അസോസിയേറ്റും വേറൊരു നടൻ്റെ അടുത്ത് കഥ പറഞ്ഞ് ഡേറ്റ് കിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ സക്സസ്ഫുൾ ആകും. അല്ലാത്തവരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അസിസ്റ്റൻ്റായിട്ട് നടന്ന് അസോസിയേറ്റായി, അത് കഴിഞ്ഞ് ചീഫ് അസോസിയേറ്റായി, അത് കഴിഞ്ഞ് ഈ ആൾക്കാരെയൊക്കെ ഒരു പരിചയമായി കോണ്ടാക്ട്സ് ഒപ്പിച്ച് നടന്മാരെ കാലും പിടിച്ച് അവരെടുത്ത് കഥയും പറഞ്ഞ് അവരെയും കൺവിൻസ് ചെയ്ത് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനെ ഒപ്പിക്കാൻ നടക്കണം. പ്രൊഡ്യൂസറിനെ ഒപ്പിച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിൻ്റെ ബഡ്ജറ്റ്. എടേ, അതൊരു വല്ലാത്തൊരു ഒരു പരിപാടിയാണത്. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളെ ലൈഫിൽ ഇവരെയൊക്കെ ജീവിതത്തിൽ അവരെന്താണെന്ന് നിങ്ങൾ നോക്കരുത്. അവൻ കള്ളു കുടിക്കുകയോ പെണ്ണ് കുടിക്കുകയോ എന്നല്ല. അവരുടെ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ ഇരുന്ന് നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവരെങ്ങനെ അവിടം വരെ എത്തി, അതിൻ്റെ ഒരു ഫോർമുല എന്തായിരിക്കും? അവരെയൊക്കെ കാണുമ്പോഴും നിങ്ങൾ ചോദിക്കേണ്ട കാര്യം അതാണ്. അതെങ്ങനെ സംഭവിച്ചു, അത് ചിലപ്പോൾ പറഞ്ഞൊന്നും തരില്ല. എന്നാൽ പോലും മാൻ, ഐ എം സോ ഹാപ്പി ഫോർ ദിസ് ഗൈ മാൻ. ഞാൻ പോലും പുള്ളി ഇത് തന്നെയിട്ട് നടത്തിച്ചിട്ടുണ്ടായിരുന്നു. 108 സീറ്റും വെച്ചിട്ട് അയാളെ 118 നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതാണ് പറഞ്ഞേടാ, നമ്മളെ തഴഞ്ഞിടാൻ 100,000 പേരുണ്ട്. അതാണ് ഞാൻ മറ്റേ മൈക്കിൾ ജാക്സൻ്റെ കേസ് പറഞ്ഞു, നമ്മളൊരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരുപാട് ശത്രുക്കൾ വരും. ബിക്കോസ് നീ പറയുന്ന വാക്ക് കേൾക്കാൻ ഒരാളുണ്ട്. അതൊരു വലിയ ഡേഞ്ചറാണ്. അത് വാടപ്പിക്കണം. അതാണ് പറഞ്ഞത്, അവനെ അങ്ങനെ ലൈറ്റായിട്ട് വിട്ടുകൊണ്ടാണ് അവർ എന്നിട്ടും ജനം അവൻ്റെ കൂടെ നിന്ന് ഇന്നിപ്പം വിജയ് CM ആയി. നാളത്തെ സത്യപ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ്.
തമിഴ്നാട്ടിലെ തലൈവർ വിജയടാ. എൻ്റെ അമ്മോ, ഞാൻ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പണ്ട് വിചാരിച്ചുള്ള രജനീകാന്ത് CM ആവുമെന്നാണ് ഞാൻ കാര്യമായിട്ടും പറയുന്നത്. പുള്ളി മറ്റേ ബാബ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് പുള്ളി പൊളിറ്റിക്സിലോട്ടൊക്കെ ഇറങ്ങി പുള്ളി CM ആവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിജയ് ആവുമെന്ന് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ബ്രോ. ഭയങ്കര ഒരു സന്തോഷവും എന്താ പറയുക, ഒരു വളരെ സന്തോഷമാണ്. അതെ, സിനിമയിലില്ല, പക്ഷേ അതിൽ നിന്നും വലുതല്ലേ ഒരു സ്റ്റേറ്റിൻ്റെ തലവനായിട്ടിരിക്കുക, അവരെ സേവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ചലഞ്ചാണ്, ഭയാനക ചലഞ്ചാണ്. ഇപ്പോൾ തന്നെ ഒരു 3 ദിവസം കൊണ്ട് തന്നെ പുള്ളിക്ക് മനസ്സിലായിക്കണം എന്തൊരു വലിയ ചലഞ്ചാണ് വരാതിരിക്കുന്നതെന്ന്. അവന്മാർ ഈ കിട്ടിയേക്കണ 120 സീറ്റിലുള്ളവന്മാർ ആരെങ്കിലുമൊക്കെ വല്ല പണിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും താഴെ വീണ അവന്മാരെ കാല് പിടിക്കാൻ വലിയ ഒരു എക്സാമിനേഷനിലോട്ടാണ് പാവപ്പെട്ടവൻ കാരണം. അതൊക്കെ അവൻ കീഴടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഐ എം സോ ഹാപ്പി ഫോർ ഹിം മാൻ, ആൻഡ് ഐ എം പ്രേയിങ് ദാറ്റ് ഹീ കുഡ് ഡൂ ദിസ് ആസ് വെൽ, ഹീ കുഡ് എക്സെൽ ദിസ് ഓൾസോ. അല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെല്ലാവരും നടേ ഇവിടെ ഇരിപ്പുണ്ട്. അണ്ണൻ ഇത് മടുത്തെങ്കിൽ ചുമ്മാ വരി, നമ്മളൊക്കെ ഇവിടെ കാണും. ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു മിസ് വിജയ് പടങ്ങൾ. ആ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, പുള്ളിയുടെ സ്ലോ മോഷൻ, പുള്ളിയുടെ സ്വാഗ്, ഓറ ഓൺ സ്ക്രീൻ കാണുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മിസ്ഡ്. ഐ എം നോട്ട് ഗോണ ഡിനൈ ദാറ്റ്. ബട്ട് ഇറ്റ്സ് ഫൈൻ. മനുഷ്യർ ഇവോൾവ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വെരി അംബീഷ്യസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി മിസ് തളപതി വിജയ്. നമുക്കിനി എന്തായാലും തലൈവർ വിജയുടെ കാര്യങ്ങൾ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. യാ, സോ ഹാപ്പി മാൻ, സോ ഹാപ്പി.